ഹലോ ടീം, വെൽക്കം ടു ആംഗുലാർ കോഴ്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ആംഗുലാറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ആംഗുലാർ എന്നുള്ളത്. ആംഗുലാർ എന്നുള്ളത് ടൈപ്പ് സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള, നമുക്കറിയാം ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു സൂപ്പർ സെറ്റാണ്, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ടൈപ്പ് സ്ക്രിപ്റ്റ്. ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കാണ് ആംഗുലാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത്, ഇതിൽ ഡീഫാൾട്ടായിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. പിന്നെ അത് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് സോഴ്സ് കോഡ് നമുക്ക് കാണാൻ പറ്റും. ആംഗുലാറിൻ്റെ ടീം ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ആംഗുലാർ ബിൽഡ് ചെയ്യാൻ വേണ്ടി അവർ എഴുതിയിട്ടുള്ള കംപ്ലീറ്റ് സോഴ്സ് കോഡ് നമുക്ക് കാണാൻ പറ്റും. ഓപ്പൺ സോഴ്സ് ആണ്. അങ്ങനെ ഒരു വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനുള്ള, അതിനു വേണ്ടിയുള്ള ഒരുപാട് ലൈബ്രറീസും മറ്റുള്ള സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കാണ് ആംഗുലാർ എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗൂഗിളാണ്. ഗൂഗിളും പിന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ടും മറ്റു ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ സപ്പോർട്ടും അവർക്ക് കിട്ടുന്നുണ്ട്. ആംഗുലാർ എന്ന് പറയുന്ന സമയത്ത്, വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന സമയത്ത്, ആ ഫ്രെയിം വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലുള്ള ഒരു മെയിനായിട്ടുള്ളൊരു ഫാക്റ്റാണ് ആംഗുലാറിൻ്റെ ആ കോർ ഫ്രെയിം വർക്ക്. അത് കൂടാതെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഉണ്ട്, CLI എന്ന് പറയുന്നത്. CLI എന്ന് പറയുന്നത് നമുക്കൊരു ക്വിക്കായിട്ടൊരു ആംഗുലാർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അതിന് വേണ്ട ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫയൽസിനെ ക്വിക്കായിട്ടൊരു സിംഗിൾ ലൈൻ കമാൻഡ് കൊടുത്താൽ തന്നെ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് CLI ആംഗുലാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡീബഗിങ്ങിന് വേണ്ടിയുള്ള, ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഡീബഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതേപോലെ റിച്ച് കളക്ഷൻ ഓഫ് ഫസ്റ്റ് പാർട്ടി ലൈബ്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആംഗുലാറിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ലൈബ്രറിക്കാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെക്നോളജിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതിനാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടി ലൈബ്രറി. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവരല്ലാത്ത വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ ടീം ക്രിയേറ്റ് ചെയ്യുന്ന ലൈബ്രറീസിന് അല്ലെങ്കിൽ പാക്കേജസിനാണ് നമ്മൾ തേർഡ് പാർട്ടി ലൈബ്രറി തന്നെ വിളിക്കുന്നത്. ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഫസ്റ്റ് പാർട്ടി ലൈബ്രറി. അപ്പോൾ ആംഗുലാറിൻ്റെ കൂടെ CLI കിട്ടുന്നുണ്ട്, അതിൻ്റെ കോർ ഫ്രെയിം വർക്കും അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലൈബ്രറീസും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആംഗുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടൈപ്പ് സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഉള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കാണ്. ഗൂഗിളാണ് അത് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളതും അതിന് മേജർ ഡെവലപ്മെൻറ്റ് നടത്തുന്നതും ഗൂഗിളാണ്. ഓക്കെ, അപ്പം ആംഗുലാറിൻ്റെ നമ്മളൊരു ക്വിക്കായിട്ട് അതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗൂഗിളാണ് ശരിക്കും ആംഗുലാർ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് വേർഷൻ നമ്മൾ ആംഗുലാർ 1.0 അല്ലെങ്കിൽ AngularJS എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. 2012 ആംഗുലാർ JS സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് അത് ശരിക്കും കംപ്ലീറ്റ്ലി ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിം വർക്ക് ആയിരുന്നു. അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കംപ്ലീറ്റ്ലി ജാവാസ്ക്രിപ്റ്റ് ആയിരുന്നു. ടൈപ്പ് സ്ക്രിപ്റ്റ് അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി ജാവാസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്ന ആവശ്യമുണ്ടായിരുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക് ആയിരുന്നു AngularJS അല്ലെങ്കിൽ ആംഗുലാർ 1.0 എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് 2016 ആംഗുലാർ ടീം അവരെ അപ്രോച്ച് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. അവർ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് മൈക്രോസോഫ്റ്റിനോട് കൊളാബറേറ്റ് ചെയ്ത്, മൈക്രോസോഫ്റ്റിൻ്റെ ടൈപ്പ് സ്ക്രിപ്റ്റ് ടീമിനോട് കൊളാബറേറ്റ് ചെയ്ത് അവരും ഗൂഗിളും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ആംഗുലാർ എന്ന് പറയുന്ന ഒരു വേർഷൻ ഇറക്കി. ഗൂഗിളാണ് ഇറക്കിയിട്ടുള്ളത്, പക്ഷേ അതിൻ്റെ ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി രണ്ട് ടീമും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ ചെയ്തിട്ട് ഒരു മേജർ ചേഞ്ച് ആയിട്ട്, അതുവരെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്ന AngularJS എന്ന് പറയുന്ന വേർഷനിൽ നിന്ന് മാറിയിട്ട് അവർ പുതിയ 2016 മുതൽ ടൈപ്പ് സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഫ്രെയിം വർക്ക് ആക്കിയിട്ട് തന്നെയാണ് ഇറക്കിയത്. അപ്പോൾ അതിൻ്റെ പേര് അവർ AngularJS എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് ആംഗുലാർ എന്ന് മാത്രം ആക്കിയിട്ട് മാറ്റി. അതുവരെ AngularJS ആയിരുന്നു, ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടായിരുന്നു. പിന്നീട് ഇത് ടൈപ്പ് സ്ക്രിപ്റ്റ് ബേസ് ചെയ്തായതുകൊണ്ട് തന്നെ അവർ ആ JS എന്നുള്ളത് തട്ടി ആംഗുലാർ എന്ന് മാത്രം പേരാക്കിയിട്ട് മാറ്റി. ഓക്കെ, 2022 ആയപ്പോൾ, നമ്മൾ പറഞ്ഞ 2016 സമയത്ത് അവർ AngularJS മാറ്റി ടൈപ്പ് സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഫ്രെയിം വർക്ക് ആക്കിയിട്ട് മാറ്റി. 2022 സമയത്ത് ആംഗുലാർ അതിൻ്റെ ഒരു മേജർ എവല്യൂഷൻ നടന്നിട്ടുള്ളൊരു സമയമാണ്. ഒരുപാട് അഡ്വാൻസ്മെൻറ്റും കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളതാണ്. അപ്പം അതിന് അവർ പേര് പറയുന്നത് ആംഗുലാർ റെനൈസൻസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആംഗുലാർ പ്ലാറ്റ്ഫോമിൻ്റെ ഒരുപാട് ചേഞ്ചസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇന്നോവേഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഡെവലപ്പർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ സിമ്പിൾ ആൻഡ് മോഡേൺ അപ്രോച്ച് ആക്കിയിട്ട് മാറ്റി.
അതേപോലെ റിയാക്ടിവിറ്റി പാറ്റേൺസ്, റിയാക്ടിവിറ്റി നമ്മൾ പിന്നീട് പഠിക്കും അത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട്. അതേപോലെ സ്റ്റേറ്റ് മാനേജ്മെൻ്റ് എല്ലാം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊണ്ടുവന്നു. പിന്നെ മേജറായിട്ടുള്ള വേറൊരു ചേഞ്ച് കൊണ്ടുവന്നത് സെർവർ സൈഡ് റെൻഡറിങ്ങിന് വേണ്ടിയുള്ള സൊല്യൂഷൻസ്, ഒരു ടെക്നിക്സും കാര്യങ്ങളെല്ലാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളെല്ലാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് മേജറായിട്ടുള്ള ചേഞ്ചസ് 2022 അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആംഗുലാറിൻ്റെ കേസിൽ ഈ മേജർ മൈൽ സ്റ്റോൺ ഞാൻ പറഞ്ഞ 2022 കൊണ്ടുവന്നിട്ടുള്ളത് ആംഗുലാർ 17 വേർഷൻ മുതലാണ്. ആംഗുലാർ JS കഴിഞ്ഞു, പിന്നീട് ഇറങ്ങിയ വേർഷൻ അവർ ആംഗുലാർ 2 എന്നുള്ള പേരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അവിടുന്ന് മേജറായിട്ടുള്ള ആംഗുലാർ 4 ഇറങ്ങി, 5 ഇറങ്ങി, 6 ഇറങ്ങി, അങ്ങനെ ആംഗുലാർ 17 2022 ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ മേജറായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ അതിൻ്റെ ലോഗോ അടക്കം മാറ്റി റീബ്രാൻഡ് ചെയ്തു. നേരത്തെ ഈ ഒരു ലോഗോ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ആംഗുലാറിൻ്റെ. അത് മാറ്റിയിട്ട് അവർ ഈ ഒരു പുതിയ ലോഗോയിലോട്ട് മാറി, പുതിയ കളർ തീമിലോട്ട് മാറി. അപ്പം ഇനി മുതൽ അവർ ആംഗുലാറിന് ഉപയോഗിക്കുന്ന ലോഗോ ഇതായിരിക്കും അടുത്ത പ്രാവശ്യം അവർ മാറ്റുന്നത് വരെ. ഓക്കെ, അപ്പം എന്തുകൊണ്ട് നമ്മൾ ആംഗുലാർ ചൂസ് ചെയ്യണം? നമുക്കറിയാം, നമുക്ക് വേറെയും ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള UI ഫ്രെയിം വർക്ക്സ് ഉണ്ട്, React.js ഉണ്ട്, അതേപോലെ Vue.js ഉണ്ട്. ഇതെല്ലാം സ്റ്റിൽ മെയിൻലി ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആംഗുലാർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം, ടൈപ്പ് സ്ക്രിപ്റ്റ് ആണെങ്കിലും ബ്രൗസറിൽ എത്തുന്ന സമയത്ത് അത് ജാവാസ്ക്രിപ്റ്റ് ആക്കിയിട്ട് അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ബ്രൗസറിൽ എത്തുമ്പോൾ ബ്രൗസറിനെ സംബന്ധിച്ച് അതിന് ജാവാസ്ക്രിപ്റ്റ് മാത്രമേ മനസ്സിലാവും, ടൈപ്പ് സ്ക്രിപ്റ്റ് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ അവരതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈവൻ ദോ നമ്മൾ കോഡ് ചെയ്യുന്നത്, പ്രോഗ്രാം ചെയ്യുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റിലാണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ബ്രൗസർക്ക് ലോഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് അതിന് ജാവാസ്ക്രിപ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ആംഗുലാറിൻ്റെ കേസിൽ അങ്ങനെ തന്നെ നടക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ആംഗുലാറിൻ്റെ അഡ്വാൻറ്റേജസ്? ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. ആംഗുലാർ ആപ്ലിക്കേഷൻ നമുക്ക് വെബിൽ റൺ ചെയ്യാം, അതേപോലെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിൽ റൺ ചെയ്യാം, മൊബൈൽ ആപ്ലിക്കേഷനിൽ റൺ ചെയ്യാം. ഇങ്ങനെ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ക്രോസ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ മെയിൻലി അത് ടാർഗറ്റ് ചെയ്യുന്നത് നേറ്റീവായിട്ട്, അത് സ്റ്റാൻഡേർഡായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത് വെബിനെ തന്നെയാണ്, വെബ് ബ്രൗസറിൽ റൺ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. അത് കൂടാതെ നമുക്ക് മൊബൈലിലും അല്ലെങ്കിൽ സെർവറിലെല്ലാം ഡെസ്ക്ടോപ്പിലെല്ലാം റൺ ചെയ്യാൻ ക്യാപ്പബിൾ ആക്കാൻ വേണ്ടി ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കുറേ ലൈബ്രറീസും പാക്കേജസും എല്ലാം അവൈലബിൾ ആണ്. അതിൽ വരുന്ന ഒരു മെയിൻ പാക്കേജാണ് ആംഗുലാർ സർവീസ് വർക്കർ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രസീവ് വെബ് ആപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ആംഗുലാർ ആപ്ലിക്കേഷനെ. അതേപോലെ ആംഗുലാർ കോഡ് നമുക്ക് അയോണിക് ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട് മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ആംഗുലാറിൻ്റെ കോഡ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആംഗുലാർ എന്ന് പറയുന്നത് ക്രോസ് പ്ലാറ്റ്ഫോമിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ സ്റ്റിൽ അത് മെയിൻലി ഉപയോഗിക്കുന്നത് വെബിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനും മൊബൈൽ ആപ്ലിക്കേഷനിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ അതിൻ്റെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ പ്രൈമറി എന്ന് പറയുന്നത് സ്റ്റിൽ വെബ് തന്നെയാണ്. മറ്റൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൂളിംഗ് ആണ്. ഈ ആംഗുലാറിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ഫസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ആംഗുലാർ CLI. ആംഗുലാർ CLI എന്ന് പറയുന്നത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ആംഗുലാർ ആപ്ലിക്കേഷൻ നമുക്ക് ക്വിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ, അതിൽ പുതിയ കമ്പോണൻറ്റും മറ്റുള്ള സർവീസുകളും ഫയൽസെല്ലാം ആഡ് ചെയ്യാനൊക്കെ അവർ കമാൻഡ് ലൈൻ തരുന്നുണ്ട്. സിമ്പിൾ കമാൻഡ്സ് ആണല്ലോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ മറ്റൊരു ടൂൾ സെറ്റാണ് ആംഗുലാർ ഡെവ് ടൂൾസ്. അത് ശരിക്കും നമ്മുടെ ആംഗുലാർ ആപ്ലിക്കേഷനെ ഡീബഗ് ചെയ്യാൻ, എന്തെങ്കിലും ഇഷ്യൂസ് എല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം കണ്ടെത്താനും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ടൂളാണ് ഡെവ് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആംഗുലാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, ആംഗുലാർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമുക്ക് വളരെ ഈസിയാണ്. കാരണം ക്വിക്ക് കമാൻഡ്സ് ഉപയോഗിച്ചിട്ട് അവർ തന്നെ കമാൻഡ് തരുന്നുണ്ട്. അതിൽ നമുക്ക് പുതിയ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യലും അതിൽ പുതിയ ഫയൽസ് എല്ലാം ആഡ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഒരു ആംഗുലാർ ആപ്ലിക്കേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, പ്രീ റിക്വസൈറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് വേണ്ടത് Node.js നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. Node.js നമുക്ക് നിർബന്ധമാണ്. Node.js എന്നുള്ളത് നിങ്ങൾക്കറിയാം ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം ആണ്. ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിലല്ലാതെ, ബ്രൗസറിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു റൺ ടൈം ആണ് Node.js എന്ന് പറയുന്നത്. അത് ക്രോമിൻ്റെ V8 എന്ന് പറയുന്ന ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ്റെ മേലെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു റൺ ടൈം ആണ്. ആംഗുലാർ Node.js ഉപയോഗിക്കുന്നുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി, ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ, ബിൽഡ് ചെയ്യാൻ, ബണ്ടിൽ ചെയ്യാൻ, ഇതിനെല്ലാം Node.jsനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെഷീനിൽ നിങ്ങൾ Node.js ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൗസറിൽ വരിക, Node.js എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Node.js.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ എത്താൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ
മെഷീന് വേണ്ടിയുള്ള Node.jsന്റെ വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ Node.js ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ മെഷീനിൽ Node.js ഇൻസ്റ്റാൾ ചെയ്യാം. Node.js ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങളെ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് നോഡ് സ്പേസ് വേർഷൻ -b കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വേർഷൻ കാണാൻ പറ്റും. എൻ്റെ മെഷീനിൽ നോഡിൻ്റെ വേർഷൻ 20 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വേണ്ടത് npm എന്ന് പറയുന്നതാണ്. npm എന്നുള്ള നോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ npm നിങ്ങൾക്ക് അതേപോലെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ മെഷീനിൽ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ Node.js ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ npm ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. പിന്നെ മറ്റൊന്നുള്ളത് ഗിറ്റ് ആണ്. ഗിറ്റ് ഞാൻ എൻ്റെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ വിഷ്വൽ സ്റ്റുഡിയോ കോഡും കൂടെ നമുക്ക് ഡെവലപ്മെന്റിന് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. വിഷ്വൽ സ്റ്റുഡിയോ കോഡായിരിക്കും നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന IDE. ഓക്കെ, ഇതാണ് നമുക്ക് ആംഗുലാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രീ റിക്വസൈറ്റ്സ്. ഇനി നമുക്ക് ആംഗുലാർ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും? ആംഗുലാർ CLI ആണ് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, കമാൻഡ് ലൈൻ ഇന്റർഫേസ്. ഈ ആംഗുലാർ CLI നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഉള്ള കമാൻഡ് npm install -g @angular/CLI. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആംഗുലാർ CLIന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇനി ആംഗുലാർ 18 സ്പെസിഫിക്കലി ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ npm install -g @angular/CLI @18 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പെസിഫിക് വേർഷൻ അത് ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് npm install -g @angular/CLI. എൻ്റെ മെഷീനിൽ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആംഗുലാർ CLI പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് ng സ്പേസ് വേർഷൻ എന്നുള്ളത് കൊടുക്കുക. ഈ വേർഷൻ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആംഗുലാർ CLI വേർഷൻ 18.1.2 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ മെഷീനിലും നമ്മളെ സംബന്ധിച്ച് ആംഗുലാർ 17+ ആണെന്നുണ്ടെങ്കിൽ സിൻടാക്സ് സെയിം ആയിരിക്കും. ആംഗുലാർ 17 ആണെങ്കിൽ 8 ആണെങ്കിൽ മോറല്ല സെയിം സിൻടാക്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾ 17 ഇൻസ്റ്റാൾ ചെയ്താലും പ്രശ്നമില്ല, 18 ഇൻസ്റ്റാൾ ചെയ്താലും പ്രശ്നമില്ല. രണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടിലും വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും കൂടുതലും ഉണ്ടാവുക. ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ChatGPTന്റെ ഹെൽപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ക്വിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ChatGPTയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ സപ്പോർട്ടും. ആംഗുലാറിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് അതാണ്, ഒരുപാട് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടാവും. ഒരുപാട് ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ സ്റ്റക്ക് ആവുന്ന സമയത്ത് അവർ സ്റ്റക്കായ സ്ഥലങ്ങളും അല്ലെങ്കിൽ അവർ അതിന് ട്രൈ ചെയ്തിട്ടുള്ള സൊല്യൂഷൻസും അവർക്ക് വർക്കായ സൊല്യൂഷൻസ് എല്ലാം നമുക്ക് ക്വിക്കായിട്ട് അവൈലബിൾ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ആംഗുലാർ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുക, ഗിറ്റും മറ്റുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ മെഷീനിൽ ഉണ്ടാവും. പിന്നെ ആംഗുലാർ CLI ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആംഗുലാർ CLI ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഉള്ള കമാൻഡ് npm install -g എന്ന് നമ്മൾ പറയുന്നത് ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്യാനാണ്. നമ്മുടെ മെഷീനിൽ എവിടുന്ന് ഏത് ഫോൾഡറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അവൈലബിൾ ആകുന്ന രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് -g കൊടുക്കുന്നത്. ഓക്കെ, ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടി ഈ ng സ്പേസ് വേർഷൻ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിന് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ.